ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് ആണ്, നീ ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് ആണ്, നീ ഒരു ബെസ്റ്റ് അച്ഛനാണെന്നൊക്കെ നീ എന്ത് ചെയ്യുക, തെളിയിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നു. രക്ഷക ശ്രീധര ദേവഗോസ്വാമിയാണ് പിന്നീട് എന്ത് ചെയ്ത് ആ പേരോടുകൂടി അദ്ദേഹം പിന്നീട് സന്യാസ ദീക്ഷയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ആ സമയം ശ്രീല പ്രഭുപാദർ എന്ത് ചെയ്യുന്നു, അതിനെ പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അപ്പം ഇത് കഥ പറഞ്ഞതിന്റെ കാരണം നമ്മൾ പലപ്പോഴും സന്യാസം സ്വീകരിക്കുക അല്ലെങ്കിൽ ഭക്തിയിലോട്ട് വരിക എന്ന് പറയുന്ന സമയം ചിലപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും അല്പം മാറി നിൽക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധയിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഭക്തി ഒരു പറയുക അത് ഞാൻ ഇത് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്തരം ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, എന്നാൽ നമ്മൾ ഭക്തിയിൽ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു എക്സ്ക്യൂസ് ആയിട്ട് ചിലപ്പോഴും നമ്മൾ ഭക്തിയെ മനസ്സിലാക്കും. പക്ഷെ അങ്ങനെ ഉപയോഗിക്കാതെ കൃത്യമായും ഭക്തിയുത സേവനമെന്ന ചിന്തയിൽ, ഭാഗവത സേവനമെന്ന ചിന്തയിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇൻ ലൈറ്റ്സ് ഓഫ് ദിസ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഈ കഥ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയം എടുത്തു ചാടിയിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ എടുത്തു ചാടി ഓക്കെ ഇന്നതുപോലാണ് ഞാൻ എല്ലാം അങ്ങനെ വിചാരിക്കരുത്. അപ്പം നമുക്ക് പ്രഭു പറഞ്ഞ സബ്ജക്റ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫാമിലികൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ഫാമിലി ഭക്തനായ അച്ഛൻ, ഭക്തയായ അമ്മ, എന്നാൽ അഭക്തനായ കുട്ടി. അത് നമ്മൾ എടുക്കാൻ പോകുന്നത് പുരഞ്ജന വംശത്തിലെ ഉത്തമനായ രാജാവായിരുന്ന അങ്കന്റെയും വിഷ്ണു ഭക്തയായിരുന്ന സുനീതയുടെയും മകനായ വേനന്റെ കഥയാണ്. വേനൻ വളരെ ഉത്തമനായ ഭക്തനായിരുന്നു. അങ്കൻ വളരെ വലിയ വിഷ്ണു ഭക്തയായിരുന്നു സുനീത. അപ്പം സുനീതന്റെയും അങ്കന്റെയും മകനായ വേനന്റെ കഥയാണ് ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എടുക്കുക. അപ്പം അച്ഛൻ ഡിവോട്ടിയാണ്, അമ്മ ഡിവോട്ടിയാണ്, പക്ഷെ മോന്റെ അടുക്കെ എത്ര വിഷ്ണു ഭക്തി ഉപദേശിച്ചിട്ടും എന്താകുന്നില്ല, അദ്ദേഹം ഭക്തിയിലോട്ടെന്നല്ല ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല അങ്കന്റെ കാലശേഷം അവിടെ രാജാവാകുന്നത് വേനനാണ്. എന്നാൽ ഒട്ടും തന്നെ ഭക്തി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഭക്തി ചെയ്യുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നു, വേനൻ ആക്രമിക്കുന്നു, വേനൻ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് ഇനി മുതൽ വേനനെ മാത്രമേ പൂജിപ്പിക്കാവൂ എന്നുള്ള തലത്തിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, വേനൻ എത്തുന്നു. അപ്പോൾ മനസ്സിലാക്കുക, എന്നാൽ വേനന്റെ അമ്മ സുനീതയുടെ അച്ഛൻ ദേവനാണ്. യമന്റെ മകളാണ് സുനീത. അപ്പോ എന്നിട്ട് പോലും വേനൻ എന്ത് ചെയ്യുന്നില്ല, ഭക്തി കിട്ടുന്നില്ല. എന്ന് മാത്രമല്ല അവരൊക്കെ എന്ത് ചെയ്യുന്നു, ബ്രഹ്മാവിൽ നിന്ന് ഡയറക്റ്റ് ഡിസെൻഡ് ചെയ്ത് വരുന്നവരാണ്. പക്ഷെ എന്നിട്ട് പോലും വേനൻ എന്ത് ചെയ്യുന്നില്ല, ഭക്തി ലഭിക്കുന്നില്ല. അപ്പോ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നില്ല, അവന്റെ ഉള്ളിലുള്ള ഉത്തമരായ അച്ഛന്റെയും അമ്മയുടെയും ഭക്തി കണ്ടിട്ട് പോലും അവൻ ഭക്തിയിലേക്ക് വരുന്നില്ല. പിന്നീട് വേനൻ ഋഷിമാരെ വളരെയധികം ഉപദ്രവിക്കുകയും ഋഷിമാർക്ക് വേനനെ മൂലം ഭക്തി ചെയ്യാനും തപസ് ചെയ്യാനും ഒന്നും സാധിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെല്ലാവരും ചേർന്ന് ശംഖം മുഴക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ഹുങ്കാരത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ വേനൻ മരണപ്പെടുകയാണ്. വേനന് കാരണം അഭക്തരായിട്ടുള്ളവർക്ക് ഭഗവാന്റെ നാമം കേൾക്കാൻ പോലും അല്ലെങ്കിൽ ഭക്തന്റെ ശബ്ദം കേൾക്കാൻ പോലും എന്ത് ചെയ്യില്ല, ശക്തിയില്ല. അപ്പൊ അപ്രകാരം വേനൻ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇല്ലാതാവുന്നത്. പിന്നീട് വേനന്റെ ശരീരം കടഞ്ഞെടുക്കുകയും തുടയിൽ നിന്ന് കറുത്ത രൂപം വരികയും അത് നിഷാദനായി മാറുകയും ഭുജങ്ങളിൽ നിന്ന് വെളുത്ത രൂപം വരികയും അത് പൃഥുവായി മാറുകയും പിന്നീട്, കാരണം വേനൻ മരിക്കുന്നത് കുട്ടികളില്ലാതാണ്, പിന്നീട് അങ്ങനെ വരുന്ന പൃഥുവാണ് പിന്നീട് രാജാവാകുന്നത്. അപ്പൊ അത് നമ്മുടെ വിഷയം, നമ്മളുടെ കുടുംബത്തിൽ എപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ തലമുറയിൽ നമ്മൾ കുട്ടികൾക്ക് ഭക്തി കൊടുക്കാത്ത പക്ഷം നമ്മൾ കൃത്യമായ കാര്യം അവരുടെ ഉള്ളിലേക്ക് ശരിയായ സമയത്ത് പ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക്
മറ്റൊരുപാട് ആളുകൾ മറ്റൊരുപാട് കാര്യങ്ങൾ തിരികെ കയറ്റാനായിട്ട് വെളിയിലുണ്ട്. അപ്പോ നമ്മൾ അവരുടെ ഇൻഫ്ലുവൻസിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വീണു പോകുന്ന സമയം നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ആലോചിക്കുക, അവന് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തോ? കൊടുക്കേണ്ട സമയത്ത് അവന് കൊടുത്തോ? ചില മാതാജിമാര് വന്ന് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വളരെയധികം വിഷമം പറയും, അവൻ എങ്ങനാണ് ഇങ്ങനെയാണ്, അവൻ കൂട്ടുകാരുടെ മോശം കൂട്ടുകെട്ടിലാണ്. അപ്പൊ ഞാൻ ചോദിക്കും, എത്ര വയസ്സുണ്ട് മോന്? അവനിപ്പോ 15 വയസ്സുണ്ട്, 16 വയസ്സുണ്ട്. ചോദിച്ചാൽ അവൻ വന്നപ്പോഴേ 15 വയസ്സായിട്ടല്ല, 16 വയസ്സായിട്ടല്ല, അവൻ 1 വയസ്സും 2 വയസ്സും അല്ലെങ്കിൽ 3 വയസ്സും 4 വയസ്സും 5 വയസ്സും മനസ്സിലാകുന്ന അല്ലെങ്കിൽ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവന് കൊടുക്കേണ്ടത് കൊടുത്തായിരുന്നോ? ഭക്തി കൊടുത്തായിരുന്നോ? അവനെ നിർബന്ധമായിട്ട് നാമജപത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നോ? അവനെ നീ പോയിരുന്ന അവന് ABCD പഠിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ട്, ഈ പഠിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിലെ കാക്കേ കൂടെ ഇവിടെ പഠിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഭക്തി ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? ഭഗവാന്റെ കഥകൾ കേൾക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യത്തില്ല, അവൻ ഒരിക്കലും മോശമായ ഒരു കൂട്ടുകെട്ടിൽ, അവൻ എത്ര മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ, എത്ര മോശപ്പെട്ട സാഹചര്യത്തിൽ അവൻ ഉണ്ടായാൽ പോലും അവൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യണം എന്ന് തോന്നത്തില്ല. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളെ ആകുന്നുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ 120 ആൺകുട്ടികളായിരുന്നു. ഞങ്ങൾ ബാച്ച് ഫുൾ ആൺകുട്ടികളായിരുന്നു, പെൺകുട്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ 120 പേരുള്ള ക്ലാസ്സിൽ 119 പേരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാത്ത. അതിന്റെ കാരണം എൻ്റെ ഉള്ളിൽ ഓൾറെഡി എന്തുണ്ട്, ചെറുപ്പത്തിലെ ശീലിച്ച കുറച്ച് സ്വഭാവങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് മൂല്യങ്ങളുടെ ഒരു ഇതുണ്ട്. ഞാൻ ഭക്തിയിലോട്ടൊക്കെ വരുന്ന സമയം ഒരുപാട് ആളുകൾ എൻ്റെ അടുക്ക ചോദിക്കും, ഓക്കെ നിനക്ക് ഇത്ര പ്രായമേ ഉള്ളൂ, 25 വയസ്സ് 26 വയസ്സേ ഉള്ളൂ, നിനക്ക് നീ എന്തിനാ ഇപ്പോഴേ ഇതൊക്കെ തരുന്നത്, കുറെ പ്രായമായിട്ടുള്ളവർ ചെയ്യുന്നതാണ് ഇതൊക്കെ എന്നുള്ള തരത്തിൽ ചോദിക്കാറുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, ചെറുപ്പത്തിലേ ഭക്തിയിലേക്ക് വരിക. ഭക്തി എന്നത് ഒരിക്കലും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഉപയോഗിക്കുന്നതല്ല, അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് നമ്മളുടെ കാര്യം ചെയ്യിക്കുന്നതല്ല. നമ്മൾ ഭഗവാന്റെ കാര്യം ചെയ്യാൻ സന്നദ്ധരായിട്ട് ജീവിതം മാറ്റിവെക്കുന്നതിനെയാണ് ഭക്തി. അപ്പൊ വേനന്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിർബന്ധമായിട്ട് ഒരു കൊച്ചുകുട്ടി വരുന്ന സമയം അത് ഇൻഹെറിറ്റ് ചെയ്യത്തില്ല, അവനെ നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യുക, അവൻ ചിലപ്പോൾ ഒരു കാര്യവും നമ്മൾ മനസ്സും അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചിലപ്പോൾ കൃത്യമായ സമയത്ത് കൊടുക്കേണ്ട ശിക്ഷണം കൊടുക്കുക, അവരെ നിർബന്ധപൂർവ്വം. പക്ഷെ പിന്നീട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവത്തിലേക്ക് ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ നിർബന്ധിക്കേണ്ടി വരത്തില്ല. അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഭക്തിയിലേക്ക്, അവരുടെ ചിന്ത ഓട്ടോമാറ്റിക്കലി ഭക്തി തീരത്തിൽ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവർ കർമ്മം ചെയ്യുന്ന നിമിഷം ഒരു നിമിഷം ആലോചിക്കും, ഇത് ഭഗവാന് യോജിക്കുന്നതാണോ, ഇതൊരു ഭക്തന് യോജിക്കുന്നതാണോ, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഇത് കാണത്തില്ലേ എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ടും അവർക്ക് വരും. അത് പിന്നീട് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പോ എന്ത് ചെയ്യുക, കൃത്യമായി നിങ്ങൾ ഭക്തി അഭ്യസിച്ചാൽ മാത്രം പോരാ, നമ്മളുടെ കുഞ്ഞുങ്ങളെയും ഭക്തിയിലേക്ക് കൊണ്ടുവരണം. അപ്പോ ഇതാ ഒരു കഥ. രണ്ടാമത്തെ കഥ വളരെ പ്രശസ്തമായ പ്രഹ്ലാദ് മഹാരാജിന്റെ കഥ. നേരത്തെ പറഞ്ഞ കഥയിൽ അച്ഛനും അമ്മയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും മകൻ ഭക്തിയിലേക്ക് വന്നില്ല. ഇനി വരുന്ന കഥയില് അച്ഛനും അമ്മയും അസുരിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളാണ്. പ്രതിപക്ഷം അച്ഛൻ ഏറ്റവും വലിയ അസുര ചക്രവർത്തിയാണ്. ആ അച്ഛന്റെ മകനായി ജനിക്കുന്ന പ്രഹ്ലാദൻ സർവോത്തമനായ ഭക്തനായി മാറുകയാണ്. കേവലം ഒരല്പനേരത്തെ ജനന സമയത്തെ നാരദ മഹർഷിയുടെ സാമീപ്യം കൊണ്ട്, സത്സംഗം കൊണ്ട്. അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇസ് ഇൻ മാറ്റർ. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, മാറ്ററില്ല. അപ്പം അച്ഛനും അമ്മയും ഭക്തനായതുകൊണ്ട് മകൻ ഭക്തനാകണമെന്നില്ല, അച്ഛനും അമ്മയും അഭക്തനായതുകൊണ്ട് മകൻ ഭക്തനാവാതിരിക്കണം എന്നും ഇല്ല. അപ്പം പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങളുടെ അച്ഛനാരാണ്, നിങ്ങളുടെ അമ്മയാരാണ്, നിങ്ങൾ ഏത് കുലത്തിൽ നിന്നാ, ഭക്തിയെ സംബന്ധിച്ച് ഇതെന്തില്ല, ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. കലിസന്ധരണോപനിഷത്തിൽ നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാൻ കിം വിധി രീതി എന്ന്, ഭഗവാൻ എന്താണ് വിധി രീതി എന്ന്. അതിന് മറുപടിയായി ബ്രഹ്മദേവൻ പറയുന്നത്, ഭഗവാൻ
നാസ്യ വിധി രീതി. ഭഗവാൻ എന്തില്ല, അപ്രകാരമുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. ഭക്തനാണോ, ഓക്കെ, ഹീസ് മൈ ഡിവോട്ടി. അല്ലാതെ അവൻ ഇതിനു മുമ്പ്, ഇന്ന് മാത്രമല്ല, നമുക്ക് അജാമിളന്റെ കഥയിൽ നിന്ന് അറിയാം, തൊട്ടു മുമ്പത്തെ ദിവസം വരെ അല്ലെങ്കിൽ കുറച്ച് മാസം മുന്നേ വരെ പാപം ചെയ്തുകൊണ്ടിരുന്നവനാണ്. പക്ഷെ ഒരു തവണ ഭഗവാനെ വിളിച്ചു, ഓക്കെ ഭഗവാൻ എന്ത് അത്രയധികം കരുണയാണ് ഭഗവാന് നമ്മളോട്. നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ സത്സംഗങ്ങളിൽ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഭഗവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണെന്ന് ഭഗവാൻ എന്ത് ചെയ്യത്തില്ല, അത് മാറ്റർ ചെയ്യത്തില്ല. നമ്മൾ ഇപ്പൊ എന്താണ്, നമ്മളുടെ ഇപ്പോഴത്തെ ചിന്താഗതി എന്താണ്, ഇപ്പൊ നമ്മൾ ഭക്തനാണോ, നമ്മൾ ഇപ്പൊ ഭഗവാനിൽ ഡെഡിക്കേറ്റഡ് ആണോ എന്നുള്ളത് മാത്രമാണ് ഭഗവാന്റെ ചിന്ത. അപ്പം രണ്ടാമത്തെ ഫാമിലിയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, പ്രഹ്ലാദനെ സംബന്ധിച്ച് ഗർഭിണിയായിരിക്കുമ്പോഴേ എന്ത് ചെയ്തു, ഭഗവാന്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോഴേ എന്ത് ചെയ്തു, നാരദ മഹർഷിയുടെ സാമീപ്യം കിട്ടുകയാണ്. അപ്പം ഇവിടെയാണ് ഷോഡശ സംസ്കാരങ്ങളുടെ പ്രാധാന്യം ഉണ്ടാകുന്നത്. വെച്ചാൽ ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഷോഡശ സംസ്കാരങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധ. ഇനി എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി എപ്രകാരം സ്വഭാവമുള്ളവനാവണം, എപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നവനാവണം, എപ്രകാരം അവൻ ജീവിതം മുന്നോട്ട് നയിക്കുന്നവനാവണം, അവൻ എല്ലാവർക്കും ഉദാഹരണമാകുന്നവനാവണോ, അല്ലെങ്കിൽ നാടിന് തന്നെ ഭീഷണിയാകുന്നവനാവണോ, അവൻ എല്ലാവർക്കും സഹായം ചെയ്യുന്നവനാവണോ, അതോ എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്നവനാണോ. ഇതൊക്കെ എപ്പോഴും ഒരു അച്ഛന്റെ അമ്മയുടെയും ഉള്ളിൽ ഉണ്ടാവണം. എന്ന് മാത്രമല്ല, വിവാഹം കഴിയുന്ന സമയം തന്നെ ഇത്തരം കാര്യങ്ങളിൽ അത് ഭാര്യ മാത്രം വിചാരിച്ച പോരാ, ഭർത്താവും വിചാരിക്കണം. ഭർത്താവ് മാത്രം വിചാരിച്ച പോരാ, ഭാര്യയും വിചാരിക്കണം. അപ്രകാരമുള്ള രണ്ടുപേര് വേണം എന്ത് ചെയ്യാൻ, കുട്ടിയെ എന്തിന് കുട്ടി ജനിക്കുക എന്നുള്ളത് വളരെയധികം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാജിക്കലി ഡിസപ്പിയർ ചെയ്യത്തൊന്നുമില്ല. കുട്ടികളുള്ളവരെല്ലാവരും വളരെയധികം പലരും നമ്മളുടെ പരാതി പറയും, കുഞ്ഞുങ്ങളില്ല. അത്തരത്തിലുള്ള പരാതികളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട, ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം മാജിക്കലി ഡിസപ്പിയർ ചെയ്യത്തില്ല. പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ, ഒരു അടുത്ത തലമുറയെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉത്തരവാദിത്വപൂർവ്വം ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ആ ഒരു കർമ്മത്തിൽ ഇല്ലെങ്കിൽ, നമ്മൾ കേവലം നമ്മളുടെ ഒരു വൈകാരിക പ്രകടനത്തിന്റെ ഉപോൽപ്പന്നമായിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. എപ്പോഴും ആക്സിഡൻഷ്യൽ ആവരുത്. നമ്മൾ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധയോടും ഒരു തത്വത്തോടും സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് അല്ല ഉണ്ടാകുന്ന സമയം മുതൽ അവന്റെ അവസാന സമയം വരെ കർമ്മങ്ങളായിട്ട്. അപ്പം അതിലൊന്നാമത്തെ കർമ്മമാണ് സന്താനത്തിന് വേണ്ടിയിട്ട് ആ ഒരച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, ഭഗവാന്റെ ആ ഉത്തമനായ സന്താനത്തിനെ ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കർമ്മത്തിലേക്ക്, ഇന്ദ്രിയ കർമ്മങ്ങളിലേക്ക് അവർ വ്യാപൃതരാണ്. അല്ലാതെ ഒരുപാട് സാധാരണ മൃഗങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ എന്ത് ചെയ്യത്തില്ല, അവർ ഇന്ദ്രിയ തൃപ്തികളിൽ വ്യാപൃതരാവില്ല. അവര് ഭക്തി എന്നൊരു ചിന്തയില്, അവർ ഭഗവത സേവനമാണെന്ന ചിന്തയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവര് ഏർപ്പെടുന്നത്. ആ ഒരു ചിന്തയോടുകൂടി ഒരു പുതിയ തലമുറയെ, ഒരു ഭക്തനായ ഒരു കുട്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന ചിന്തയുടെ പുറത്തു മാത്രം അവരെന്ത് ചെയ്യുന്നു, അവര് ഭൗതികമായ കർമ്മങ്ങളിൽ ഏർപ്പെടും. അതിനെയാണ് ഗർഭാധാനം. അവർ ഭക്തിയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് കാണും, ആ ഒരു ശ്രദ്ധ ആ ഒരു കർമ്മത്തിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ, അപ്പം അതിന്റെ പ്രത്യേകത അച്ഛനാണ്. അപ്പോ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെടുക എപ്പോഴും അത്തരത്തിലുള്ള ഒരാത്മാവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ ഭാഗവതത്തിൽ പറയുന്നത്, ഒരു പൂ വിരിയുന്ന സമയം അങ്ങോട്ടേക്ക് വരുന്നത് അതിനനുസൃതമായിട്ടുള്ള
ജീവികളായിരിക്കും. പൂമ്പാറ്റ, വണ്ട്, തേൻ കുടിക്കുന്ന മറ്റ് ഇതുകളൊക്കെ. അതേസമയം കുറെ വൃത്തികേടുകൾ മലം ഒരു സൈഡിൽ കടന്നു കഴിഞ്ഞാൽ അവിടേക്ക് വരിക അതിലെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ജീവികളായിരിക്കും. അപ്പോ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്, എന്ത്, അച്ഛന്റെയും അമ്മയുടെയും മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും താല്പര്യമനുസരിച്ചാണ് അങ്ങോട്ടേക്ക് വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ആ വീട്ടിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവവും രീതികളും ഒക്കെ ആകർഷിക്കപ്പെടുക. അപ്പം ഗർഭാധാനത്തിന്റെ പ്രത്യേകത, അപ്പം ഉന്നതരായ വൈഷ്ണവര് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു പ്രാർത്ഥനയോടുകൂടി എന്ത് ചെയ്യുക. അപ്പം ഒന്നാമത്തെ ഷോഡശ സംസ്കാരമാണ് എന്ത്, ഗർഭാധാനം. രണ്ടാമത്തെ രണ്ടാമത്തെ ഷോഡശ സംസ്കാരം പുംസവനമാണ്. പുംസവനം എന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും പുത്രലാഭത്തിനും 3-ാം മാസം, അതൊരു സ്ത്രീ അങ്ങനെ അപ്രകാരം ഗർഭിണിയാകുന്ന സ്ത്രീയുടെ 3-ാമത്തെ മാസം ചെയ്യുന്നതാണ് പുംസവനം. അത് കുട്ടികളുടെ ആരോഗ്യത്തിനും സ്വഭാവത്തിലൊക്കെ ഉള്ള ഒരു ഗുണത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ക്രിയയാണ് പുംസവനം. 3-ാമത്തേത് സീമന്തോന്നയനമാണ്. സീമന്തോന്നയനം ഗർഭിണിയുടെ, അതായത് ഒരേ സമയം കുഞ്ഞിന് നല്ലതുണ്ടാവണം, അതേപോലെ തന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീയുടെയും ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എന്താ പറയാ, ഇപ്പൊക്കെ ഒരു ടെക്നിക്കൽ ടൈം പറയും, പ്രസവം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് എല്ലാത്തിനോടും വിരക്തി തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോ എന്നിട്ട് അവര് എല്ലാവരും എന്ന് വെച്ചാൽ ഇനിയും കുഞ്ഞുങ്ങൾ വേണ്ട. അതിന്റെയൊക്കെ ഉണ്ടാവുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെ എന്തോ ആണ് പേര് പറയാം. അപ്പം ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞുണ്ടായി, പക്ഷെ പിന്നീട് എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നുന്ന ഒരവസ്ഥ. അപ്പൊ സീമന്തോന്നയനം ഉദ്ദേശിക്കുന്ന ഗർഭിണിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ, അത് 4-ാം മാസത്തിലും 6-ാം മാസത്തിലുമാണെന്നാണ് പറയുന്നത്. അപ്പം ഗർഭം ധരിച്ചിട്ട് 4-ാം മാസത്തിലും 6-ാം മാസത്തിലും എന്ത് ചെയ്യുന്നു, ഗർഭിണിയെ കൃത്യമായും പരിപാലിക്കും. പിന്നെ ജനിച്ചു കഴിഞ്ഞാലോടെ, അപ്പൊ ഇതാണ് 3-ാമത്തെ. അപ്പം ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം. 4-ാമത്തെ ഷോഡശ സംസ്കാരം ജാതകർമ്മമാണ്. നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, തേനും നെയ്യും ചേർത്ത് കുഞ്ഞിന്റെ, തേനും സ്വർണവും ചേർത്ത് കൊടുക്കാറുണ്ട്, തേനും വയമ്പും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോ പക്ഷെ തേനും നെയ്യുമാണ് അതിന്റെ ഒരു അർത്ഥത്തിൽ നല്ലത്. അപ്പം പ്രകാരം ഇത് സ്വർണത്തിന്റെ ഒരു ഇതിൽ, കാരണം സ്വർണ്ണമൊക്കെ ഇപ്പം അങ്ങനെ കൊടുക്കാൻ അനുവദിക്കാറില്ല ഹോസ്പിറ്റലുകാര്. പക്ഷെ കർമ്മം ഇതാണ്, ജാതകർമ്മം. 4-ാമത്തെ ഷോഡശ സംസ്കാരമാണ് ജാതകർമ്മം. അപ്പം 5-ാമത്തേത് നാമകരണം, കുട്ടികൾക്ക് പേരിടുക. നാമകരണം ചെയ്യുന്ന സമയം വളരെയധികം ശ്രദ്ധിക്കുക. ആ പേരോട് കൂടിയിട്ടാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത്. അപ്പം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഈ നാമകരണം. അപ്പം ഭഗവാന്റെ പേരുകൾ, ഇപ്പം അജാമിളനെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, അജാമിളൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന കൂട്ടത്തിലും അവൻ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം അവന്റെ മകന് നാരായണൻ എന്നുള്ള പേരിട്ടതാണ്. അപ്പോ മനസ്സിലാക്കുക, വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യണം. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് കേൾക്കുന്ന സമയം അയ്യോ ഈ പേരിട്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഒരു എൻ്റെ സഹോദരി പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ആശുപത്രിയിലേക്ക് പോയ സമയം ഇപ്പൊ കുട്ടികളുടെ പേരിങ്ങനെ വിളിക്കുകയാണ്. അപ്പം ഒരു ലിസ്റ്റിൽ നിന്ന് സിസ്റ്റർ ഇങ്ങനെ വെളി വന്നിട്ട് ഒരു പേര് വിളിച്ചു. പേര് അമേദ്യ എന്നാണ് പേര് വിളിച്ചത്. അപ്പോ എനിക്കിതിന്റെ അർത്ഥം അറിയാവുന്നത് കൊണ്ട് ഞാൻ ചിരിച്ചു. ഇതാരുടെ ഈ പേരിട്ട് എന്നുള്ള അർത്ഥത്തില് ഞാൻ നോക്കി, ഞാൻ ചിരിച്ചു. പക്ഷെ അവരുടെ അച്ഛനും അമ്മയും വളരെ അഭിമാനത്തിൽ, അർത്ഥം അറിഞ്ഞിട്ടാണോ ഇട്ടത്, അർത്ഥം അറിയാതാണോ ഇട്ടതെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. വേറൊരു ചില കുട്ടികളുടെ പേര് ഋഷഭ് എന്ന് ഇടാറുണ്ട്. കാളയെന്നാണ് അർത്ഥം. കാളയ, അപ്പൊ നമ്മൾ വിചാരിക്കാവോ ഭഗവാൻ മഹാദേവന്റെ വാഹനമല്ലേ നന്ദി, അപ്പൊ നന്ദി കാളയല്ലേ, അപ്പൊ അതുകൊണ്ട് അപ്രകാരം പേരിട്ടാണ്. മഹാദേവൻ കാളയുടെ പുറത്തിരുന്ന്, അല്ലെങ്കിൽ അതിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മഹാദേവൻ ജ്ഞാനമായതുകൊണ്ട് അതിനെ ഉപരിയായി ഇരിക്കുന്നു എന്നുള്ള തലത്തിലാണ്. കാള എപ്പോഴും സിംബലൈസ് ചെയ്യുന്നത് അജ്ഞാനത്തിനെയാണ്. അപ്പം ഋഷഭം എന്നൊന്നും കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ, അതേസമയം ഋഷഭദേവൻ എന്ന് പേരിടാം. ഋഷഭങ്ങളുടെ മുഴുവൻ അധീശനായത് മഹാദേവനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പേരിടാം. പക്ഷെ അതേസമയം
ഋഷഭ് എന്ന് ഒന്നും അപ്പൊ ഇത്തരം നമ്മൾ പേരിടുന്ന സമയം ഒരല്പം ശ്രദ്ധ, കാരണം ആ പേരോട് കൂടിയിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യേണ്ടത് ആ ജീവിതകാലം. അല്ലെങ്കിൽ ഇത്രയധികം ആ വിഷ്ണു സഹസ്രനാമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1000 പേര് കിട്ടും ഭഗവാന്റെ പേര്, അല്ലെങ്കിൽ ശിവസഹസ്രനാമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1000 പേര് കിട്ടും മഹാദേവന്റെ, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1000 പേര് കിട്ടും ലളിതാ പരമേശ്വരിയുടെ. അപ്പം നല്ല നല്ല ഭഗവതിയുടെയും ഭഗവാന്റെയും പേരുകൾ കഴിവതും കുഞ്ഞുങ്ങൾക്ക് ഇടാൻ നോക്കുക. നമ്മൾ കൂടുതൽ എന്താ അല്ലാത്ത മോശം പിടിച്ച ഇനി വേറെ തരത്തിലുള്ള കുറച്ച് പേരുകളുണ്ട്, അർത്ഥമില്ലാത്ത പേരുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ബിനു. ബിനു എന്നുള്ള പേരിന് എന്താ ഇപ്പൊ അർത്ഥം? ബിജു, അല്ലെങ്കിൽ എന്താ, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത കുറെ ശബ്ദങ്ങളുണ്ട്. ഞാൻ അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് ഷാജി എന്താ അർത്ഥം എനിക്കറിഞ്ഞൂടാ. ഇപ്രകാരമൊക്കെ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത കുറെ പേരുകളുണ്ട്. അപ്പം അർത്ഥമില്ലാത്ത പേര് വിടരുത്, മോശപ്പെട്ടുള്ള അർത്ഥമുള്ള പേര് വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ്. അപ്പം അത് കൃത്യമായിട്ട് ഒരു ഭക്തനാകണം. നമ്മുടെ കുഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയം ഭക്തനാകണം. മാത്രമല്ല അവന്റെ നാമം ഉച്ചരിക്കുന്നത് വഴി നമുക്ക് എന്ത് വേണം, അവനെ വിളിക്കുന്ന സമയം എന്ത് വേണം, നമുക്കും ബെനിഫിഷ്യൽ ആവണം. ഇപ്പം ഗോപാലൻ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കുക, നമ്മളെപ്പോഴും ചീത്ത വിളിക്കാനാണെന്ന് വിചാരിച്ചോ, കുഞ്ഞിനെ വഴക്ക് പറയാനാണെന്ന് വിചാരിച്ചോ, നമ്മൾ എന്ത് ചെയ്യും, 2 തവണ ഗോപാല എന്ന് വിളിക്കും. ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഉറക്ക ഗോപാല എന്ന് വിളിക്കും. അപ്പം നല്ല നല്ല പേരുകൾ ഇടുക, ഭഗവാന്റെ പേരുകൾ. അപ്പം ഭഗവാന്റെ പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമുക്കും ബെനിഫിഷ്യലാണ്, ആ കുഞ്ഞിനും ബെനിഫിഷ്യൽ. അപ്പൊ നാമകരണമാണ് 5ാമത്തെ ഷോഡശം. 6ാമത്തേത് നിഷ്ക്രമണം. അതായത് കുട്ടി ആദ്യമായിട്ട് സൂര്യപ്രകാശത്തിൽ, അതിനു മുമ്പേ വരെ ഈ നാമകരണം ചെയ്യുന്ന 11ാമത്തെ ദിവസത്തിന് 4ാമത്തെ മാസത്തിന് മുന്നേ വരെ കുഞ്ഞിനെ തണലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇരുത്തുന്നത്. അതിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതായത് സൂര്യപ്രകാശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് കൊണ്ടുവരുന്ന കർമ്മമാണ്. അത് ഡയറക്റ്റ് നട്ടുച്ചയ്ക്ക് 12 മണിക്കത്തെ വെയിലല്ല, ഇളം സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യന്റെ വെയിൽ എന്ത് ചെയ്യുക, കൊള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം ഇതിനെയാണ് നിഷ്ക്രമണം എന്ന് പറയാം. അപ്പം അതിലേക്ക് എന്ത് ചെയ്യുന്നു, അപ്പൊ നമ്മള് കുഞ്ഞിന് ഒരുപാട് വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവാതെ എന്ത് ചെയ്യും, ഒരുപാട്. അപ്പം നമ്മളുടെ ആചാര്യന്മാർ ഇത്തരം കർമ്മങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ്. അപ്പം കൃത്യമായും നിഷ്ക്രമണം ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവത്തില്ല. അപ്പം എന്ത് ചെയ്യുക, അടുത്തത് നിഷ്ക്രമണമാണ്. നിഷ്ക്രമണം കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുക, അന്നപ്രാശം. 6ാമത്തെ മാസത്തിലാണ് അന്നപ്രാശം ചെയ്യുന്നത്. കുട്ടിക്ക് ആദ്യമായിട്ട് ചോറ് കൊടുക്കുക എന്നുള്ളത്. അപ്പം അന്നപ്രാശം ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നിഷ്ക്രമണം ചെയ്യുമെന്നറിയില്ല. നാമകരണം നമ്മൾ ചെയ്യും, ജാതകർമ്മം ചെയ്യും, അന്നപ്രാശമൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുക, ഭഗവാന്റെ മുമ്പിൽ വെച്ച് ആദ്യമായിട്ട് ചോറ് കൊടുക്കുന്ന ചടങ്ങാണ് അന്നപ്രാശം. അത് കഴിഞ്ഞാൽ ചൂടാകർമ്മം. ആദ്യമായിട്ട് മുടി മുറിക്കുന്ന ചടങ്ങാണ് ചൂടാകർമ്മം. അവന്റെ മുടി മുറിക്കുന്നത്. അപ്പം അത് ശരീരത്തിലെ നാഡികൾക്കെല്ലാം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം ചൂടാകർമ്മം എന്നുള്ളത് അതാണ് അന്നപ്രാശത്തിന് ശേഷം പിന്നീട് ചെയ്യുന്ന ഷോഡശ. പിന്നുള്ളത് കർണവേദം, ചെവി കുത്തുക. അതായത് കടുക്കനിടാൻ വേണ്ടിയിട്ട്, പെൺകുട്ടികളാണെങ്കിൽ കമ്മലിടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ചെവി കുത്തുന്ന കർണവേദം. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊന്നുകൂടെ മുകളിൽ നിന്ന് ആദ്യം തൊട്ടൊന്നുകൂടെ പറയാം. 1ാമത്തേത് ഗർഭാധാനം, 2ാമത്തേത് പുംസവനം, 3ാമത്തേത് സീമന്തോനയനം, 4ാമത്തേത് ജാതകർമ്മം, 5ാമത്തേത് നാമകരണം, 6ാമത്തേത് നിഷ്ക്രമണം, 7ാമത്തേത് അന്നപ്രാശം, 8ാമത്തേത് ചൂടാകർമ്മം, 9ാമത്തേത് കർണവേദം. ഇനിയുള്ളത് കുറച്ചെണ്ണം ഉണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ എണ്ണം തെറ്റിയോ എൻ്റെ, നോക്കാം. ഗർഭാധാനം, പുംസവനം, സീമന്തോനയനം, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടാകർമ്മം, കർണവേദം. ഇനിയുള്ളത് വിദ്യാരംഭം ചെയ്യുക. ഒരു കുട്ടിയെ സംബന്ധിച്ച് വിദ്യാരംഭം ആരംഭിക്കുക, പഠനം ആരംഭിക്കുക എന്നുള്ളത് വളരെ, അത് നമ്മൾ ഇപ്പോഴും സ്കൂളുകളിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ കർമ്മങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ട് ഭഗവാനെ സാക്ഷിയാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെച്ചാൽ ഭഗവാൻ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭൗതികമായി എത്രത്തോളം അറിവ് നേടുന്നു എന്നുള്ളതിനകത്തിലല്ല കാര്യമുള്ളത്. ഭക്തിയുതമായ അറിവ്, ഭഗവാന്റെ സമർപ്പണമായിട്ടുള്ള അറിവ് നേടി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒസാമ ബിൻ ലാദനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, ബിൻ ലാദൻ യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയർ ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്.
പക്ഷേ പുള്ളിയുടെ ഇലക്ട്രോണിക്സിലുള്ള മികവ് അദ്ദേഹം പ്രകടമാക്കിയത് ബോംബുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഭൗതികമായ ജ്ഞാനം നേടുക എന്നുള്ളതല്ല, നമുക്ക് എത്രത്തോളം നമ്മൾ ജനത്തിന് ഉപകാരമാകുന്ന രീതിയിൽ, ഭഗവാൻ ഉപകാരമാകുന്ന രീതിയിൽ, ഭക്തിക്ക് ഉപകാരമാകുന്ന തരത്തിൽ നമ്മളുടെ വിദ്യാരംഭം എന്നുള്ളത് അടുത്തത് ഉപനയനമാണ്. ഉപനയനം എന്നുള്ളത് സ്റ്റഡി, അതായത് നമ്മളുടെ വേദാധ്യയനം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഉപനയനം. പവിത്രമായ നൂല് ധരിച്ച് ഉപനയനം ചെയ്യുന്ന സമയം ഇടുന്ന ജന്യു എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ യജ്ഞോപവിഹിതം, ഇതൊക്കെ ചെയ്യുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് യജ്ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ യജ്ഞം ചെയ്യുന്ന സമയം അതിന്റെ ഉപവിഹിതമായി കിട്ടുന്ന ഒരു നൂലുണ്ട്. ആ നൂല് എന്ത് ചെയ്യും? വിദ്യാർത്ഥി ശരീരത്തെ ധരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? അത് അധികാരത്തിന്റെ ചിഹ്നമല്ല, എന്തിന്റെ ചിഹ്നമാണ്? വിദ്യാർത്ഥിയാണ്, എളിമയുടെ ചിഹ്നമാണ് യജ്ഞോപവിഹിതം. അപ്പം യജ്ഞോപവിഹിതം ധരിച്ച് ഒരു വിദ്യാർത്ഥി പഠനം ആരംഭിക്കുന്നതാണ് ഉപനയനം. ഉപനയനത്തോടു കൂടി എന്ത് ചെയ്യും? വേദപഠന ആരംഭം ചെയ്യും. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് വേദാരംഭമാണ്. പിന്നീട് ആദ്യം വിദ്യാരംഭം, ഉപനയനം, പിന്നീട് വേദാരംഭം. വേദാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദശാസ്ത്രങ്ങൾ പഠിക്കാൻ ഒരു കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട. അപ്പം ഇത് എത്ര ചെറിയ പ്രായത്തിലാണ്? വളരെ ചെറിയ പ്രായത്തിലാണ് നമ്മളൊക്കെ ചിലപ്പോൾ ശാസ്ത്ര പഠനമൊക്കെ ആരംഭിച്ചത് കുറച്ച് വളർന്നു കഴിഞ്ഞിട്ടായിരിക്കും. എന്നാൽ പോലും ഇത് വളരെ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? സമാവർത്തം എന്ന് പറഞ്ഞ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ ഇതിനകത്തുള്ള ഒരു വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ഇന്നും പലപ്പോഴും നമ്മൾ സോക്കോൾഡ് ബ്രാഹ്മണര് എന്ന് വിളിക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. അപ്പം അവരുടെയൊക്കെ വീട്ടിൽ ഇത് ഉപനയനം നല്ല ചടങ്ങായിട്ട് അവർ നടത്തും. അപ്പൊ നമ്മളെയൊക്കെ ക്ഷണിക്കും. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉപനയനമാണെങ്കിൽ നാളെ എന്ത് ചെയ്യും? അവർ സമാവർത്തം ചെയ്യും. കാരണം 2 തവണ പന്തലിടേണ്ടതിൻ്റെയൊക്കെ ചിലവൊക്കെ ഉണ്ടല്ലോ. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യും? ഇന്ന് ഉപനയനം നടത്തും, ഇന്ന് തന്നെ വേദാരംഭം ആരംഭിക്കും, നാളെ എന്ത് ചെയ്യും? സമാവർത്തം ചെയ്യും. എന്ന് വെച്ചാൽ പഠനം കംപ്ലീറ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സമാവർത്തം ചെയ്യുന്നത്. എന്നാൽ അത് കൂടിയിട്ട് ഒരു ദിവസം രാവിലെ ഈ പറഞ്ഞ ഉപനയനം ആരംഭിക്കുകയും വൈകുന്നേരം സമാവർത്തനം ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ഈ സമയം, ആ ഉപനയനത്തിനും സമാവർത്തനത്തിനും ഇടയിലുള്ള സമയം അത്രയും ശാസ്ത്രം അഭ്യസിക്കാൻ, കൃത്യമായും ചിട്ടയോടുകൂടി ഗുരുദാസന്റെ അടുക്കിൽ നിന്നും ശാസ്ത്രം അഭ്യസിക്കാനുള്ള സമയമാണ്. അപ്പം അത് കൃത്യമായി അതൊരു നിശ്ചിതമായ കാലയളവ് എടുത്ത് അത് ഇതൊക്കെ ശാസ്ത്രം അഭ്യസിച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കുടുംബങ്ങളിൽ നിന്നൊക്കെ, നമ്മുടെ ഇപ്പൊ തന്നെ നമുക്കറിയാം ശബരിമലയിലൊക്കെ നടക്കുന്ന സ്വർണ്ണപ്പാളി, അത് പറയുന്നത് വെച്ചാൽ ആ പൂറ്റിയും പറഞ്ഞ സോക്കോൾഡ് പൂണൂല് ധരിച്ച ബ്രാഹ്മണരെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? കൃത്യമായ ശാസ്ത്രാധ്യയനം അവർക്ക് ലഭിച്ചിട്ടില്ല. അവർക്ക് കൃത്യമായിട്ട് ഭഗവാനെ കുറിച്ച് അറിയുന്നില്ല, ഈശ്വരനെ കുറിച്ച് അറിയുന്നില്ല. അവരെ എന്തൊക്കെയോ കട്ടിക്കുട്ടലുകളായ ചിന്തയുടെ പുറത്ത് കിട്ടിയവരാണ്. അതൊക്കെ മാറിയിട്ട് അതിനൊക്കെ ഉപരിയായിട്ട് ബ്രാഹ്മണ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് അവർക്കുണ്ടാകുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യുക? ഇപ്രകാരമുള്ള കൃത്യമായ ചിട്ടയിലൂടെ വരിക. അപ്പം സമാവർത്തനത്തിന് ശേഷം അവൻ എന്ത് ചെയ്യുന്നു? ജീവിതത്തിലേക്ക് കടക്കുന്നു. അപ്പം സമാവർത്തനം കുറെ കൂടെ ഗൃഹസ്ഥാശ്രമത്തിലോട്ട് അവൻ, എന്ന് വെച്ചാൽ ആദ്യത്തെ 24 തരത്തിൽ നമ്മളുടെ ജീവിതത്തിനെ ഡിവൈഡ് ചെയ്യുന്ന സമയം, ആദ്യത്തെ 4 വർഷം 4 ആശ്രമങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയം, ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യാശ്രമമാണ്, പിന്നീട് ഗൃഹസ്ഥാശ്രമം, 3ാമത്തേത് വാനപ്രസ്ഥം, 4ാമത്തേത് സന്യാസാശ്രമം. ഈ 4 തരത്തിൽ ആശ്രമങ്ങളായി ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും ജീവിതം മുന്നോട്ട് പോവുക. ഇതിലൊന്നും മോശമായിട്ടുള്ളതല്ല. പലപ്പോഴും നമ്മൾ ശരിക്കും ഗൃഹസ്ഥാശ്രമം നമ്മൾ വീടിന് വേണ്ടിയിട്ടല്ല. ഗൃഹസ്ഥാശ്രമിക്ക് കൃത്യമായ റോള് സമൂഹത്തിലുണ്ട്. ഗൃഹസ്ഥാശ്രമികളില്ലാതെ നമുക്ക് വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ധനം സമ്പാദിക്കുന്ന, കുടുംബങ്ങളെ നോക്കുന്ന ആളുകളില്ലാതെ നമുക്ക് ഒരിക്കലും വലിയ ക്ഷേത്രങ്ങളും വലിയ വലിയ കെട്ടിടങ്ങൾ, ഈ സമൂഹം ബേസിക്കലി റൺ ബൈ ഗൃഹസ്ഥാശ്രമികൾ. അത് പക്ഷെ അതിനെന്താണ്ട് ഒരു കൃത്യമായ കാലയളവുണ്ട്. 1 മുതൽ 25 വയസ്സ് വരെയാണ് ഒരാൾ ബ്രഹ്മചാരിയാകുന്നത്. 25 മുതൽ 50 വർഷത്തിനിടെ അദ്ദേഹം എന്താവണം? ഗൃഹസ്ഥാശ്രമിക്കണം. 50 കഴിഞ്ഞിട്ട് 75 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? പിന്നെയും അള്ളിപ്പിടിച്ചിരിക്കരുത്. പറയുന്ന വെച്ചാൽ ചെവിയുടെ പുറകിലെ രോമം നരയ്ക്കുന്ന സമയം എന്ത് ചെയ്യുക? വീട് വിട്ടോളുക. ഇന്നത്തെ സാഹചര്യത്തിൽ വീട് വിടുക, കാട്ടുകളിലേക്കൊന്നും, വനപ്രസ്ഥം എന്ന് വെച്ചാൽ വനത്തിലേക്ക് പോകുക എന്നുള്ളതാണ്.
ഇന്നത്തെ സാഹചര്യത്തിൽ വനത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പിടിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, വനത്തിലോട്ടൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ല. എന്നാൽ പോകാൻ കഴിയുന്ന വനങ്ങളുണ്ട്. പക്ഷെ അതല്ല, മനസ്സിലാക്കേണ്ടത് മാനസികമായിട്ടെങ്കിലും, കുറഞ്ഞ ഭൗതികമായിട്ട് മാറുന്നില്ലെങ്കിൽ പോലും ഭൗതികമായിട്ട് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മാറുക. അല്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഭൗതികമായിട്ടുള്ള കുടുംബം, ആ ഒരു കെട്ടുപാടിൽ നിന്നും ഒരല്പം മാറി നിൽക്കുക. അല്പം മാറി നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. മകന്റെയും മകളുടെയും ജീവിതത്തിൽ അങ്ങോട്ട് കയറി ചെന്ന് അവരെന്തെങ്കിലും അഭിപ്രായം ചോദിക്കുക, ഉപദേശം ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അങ്ങോട്ട് കയറി ചെന്ന് ഉപദേശിക്കുക. അങ്ങനെയാണ് പലപ്പോഴും പല വീടുകളിലും പ്രശ്നം ഉണ്ടാകുക. അമ്മയുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ അച്ഛന്റെ ഇടപെടൽ മൂലം മകന്റെയും മകളുടെയും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു. ആവശ്യമില്ലാത്ത വിഷയം, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അവരെ കൃത്യം ഒരു വലിയ മരത്തിന്റെ മുകളിൽ ഒരിക്കലും മറ്റൊരു വലിയ മരം ഇല്ല. എന്ത് ചെയ്യുക, നമ്മൾ മാറി നിന്ന് കൊടുക്കുക. അവന്റെ ജീവിതത്തിന് വേണ്ട, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായി നോക്കി മുന്നോട്ട് പോട്ടെ. അപ്പം അതിന് പ്രാപ്തരാക്കുക. അതുവരെയുള്ള സമയത്ത് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു എന്ത്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അത് കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ബെറ്റർ ഡിസിഷൻ എടുത്ത് അവർ മുന്നോട്ട് പോകും. അത് ഇനി അവരെ ബെറ്റർ ഡിസിഷൻ എടുക്കുന്നില്ലെങ്കിൽ പോലും അതിനർത്ഥം എന്താ, വേറെ വലിയ പേരൻസ്. അപ്പം കൃത്യമായും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യരുത്, അവരുടെ പുറകെ അടിച്ചു തൂങ്ങാൻ നടക്കും. നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള 50 തൊട്ട് 75 വയസ്സ് വരെയുള്ള സമയം ഭഗവാനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങളിൽ മാത്രം വ്യാപൃതരായി മുന്നോട്ട് പോകാനുള്ള സമയം. പിന്നെ 75 മുതൽ 100 വയസ്സ് വരെയുള്ള സമയം അപൂർവം ആളുകൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് ഒരുപാട് നന്ദി പറയാം. അത്രയും സമയം പൂർണ്ണമായിട്ട്, നേരത്തെ ഒരു 75% ആണ് മനസ്സുകൊണ്ട് മാറി നിന്നിട്ടുള്ളതെങ്കിൽ 100% ഭൗതികവും മാനസികവുമായിട്ട് എന്ത് ചെയ്യുക, ഭക്തിയുത സേവനങ്ങളിൽ, ഭക്തി കർമ്മങ്ങളിൽ, സന്യാസത്തിനായിട്ട് എല്ലാം ത്യജിച്ചുകൊണ്ട്, ന്യാസം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ. അങ്ങനെ പറയുന്ന സമയം വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിരിക്കും. എന്നാൽ പോലും പ്രഭു എനിക്ക് ഒരു വിഷയം തന്നപ്പോൾ ഇത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. നല്ല രീതിയിൽ ആവുന്ന പ്രായത്തിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് നല്ലോണം സമ്പാദിച്ചിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ഉണ്ടാവും. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായത്തിൽ അവരവരുടെ സമ്പാദ്യം മുഴുവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വെക്കും. ഒരുപാട് അമ്മമാർ നമ്മുടെ അടുത്ത് പരാതി പറയുന്നതാണ്. അതുകൊണ്ടാണ് എന്നുവെച്ചാൽ നേരിട്ട് അറിയാവുന്ന ഒരുപാട് വിഷയങ്ങളുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മളുടെ കുഞ്ഞിന് എപ്പോഴും നമ്മളുടെ സമ്പാദ്യം എല്ലാം അവന് കൊടുക്കണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാവും. അവൻ ഉത്തമമായ ഭൗതികമായ തലത്തിലേക്കൊക്കെ വരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്ര കാലമെങ്കിലും കുറഞ്ഞ പക്ഷം നമുക്ക് ജീവിക്കാനുള്ള ഒരു സമ്പാദ്യം മാറ്റി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഒരുപാട് അമ്മമാര് നല്ല ഉയർന്ന പൊസിഷനിൽ ഉണ്ടായിരുന്ന അമ്മമാര്, ഒരുപാട് കാലം അധ്വാനിച്ചവര്, അശരണരായിട്ട് പോകാനൊരു സ്ഥലം പോലും ഇല്ലാത്ത തരത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പിന്നീട് നമ്മൾ ഇവിടെ അടുത്തുള്ള സായി സേവാ മന്ദിറിലേക്കൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അവരെ കൊണ്ടുവന്നാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അന്വേഷിക്കുന്ന സമയം മകനൊക്കെ നല്ല നിലയിലാണ്, ആ അമ്മ നല്ല നിലയിലാണ്, അല്ലെങ്കിൽ ആ അച്ഛൻ നല്ല നിലയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ ഒരു പ്രായം കഴിയുന്ന സമയം അച്ഛനും അമ്മയും ഭാരമാകുന്നു എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കുട്ടികളുണ്ടായി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായും ജീവിക്കാം. നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു അംശം എന്താണോ നിങ്ങൾ പൂർവികരിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് അത് അവർക്ക് കൊടുക്കാം. അല്ലാതെ നിങ്ങൾ സ്വയം സമ്പാദിച്ച് എന്ത് ചെയ്യുക, ഭക്തിയുത സേവനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക, ഭഗവാന്റെ സേവയ്ക്കായിട്ട്, സമൂഹത്തിനായിട്ട് മാറ്റിവെക്കുക. അപ്പം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കലും ദോഷം വരത്തില്ല. അതിനുശേഷം നിങ്ങളുടെ കാലശേഷം ബാക്കി സമ്പാദ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സമൂഹ സേവ ചെയ്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അല്ലാതെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്ത സ്നേഹം മൂലം അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം വഴിയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സ്ഥിതിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാകരുത്. ബാക്കി കർമ്മങ്ങളും കൂടെ പറയാം. പിന്നെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഷോഡശ സംസ്കാരമായ വിവാഹത്തിലോട്ട് അയാൾ കടക്കും. പിന്നീട് എന്താണ്, ആവാസസ്ഥാനം അതുണ്ടാകുന്നതെന്ന് വെച്ചാൽ വിവാഹശ്രമം, ഗൃഹസ്ഥ കടമകളും ഹോമങ്ങളും ഒക്കെ ആരംഭിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഇന്ന് എല്ലാ വീടുകളിലും വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ
വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ എന്തുണ്ടായിരുന്നു, ഒരു വീട്ടിലെ ഗ്രഹനാഥനാണ്. ഇന്ന് പലപ്പോഴും വീട്ടില് അമ്മമാരോ കുട്ടികളോ ആണ്. അമ്മമാരും ചെയ്യാറില്ല, അവരും മറ്റു തിരക്കുകളിലൊക്കെ ആയിട്ട് പോകും. കുട്ടികളുടെ അടുക്കാണ് പോകുന്നത്, നീ പോയി വിളക്ക് കത്തിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആ കർമ്മം ചെയ്യേണ്ടത് ആരാണ്? ഗ്രഹനാഥനാണ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം. അഗ്നിഹോത്രം ചെയ്യാനുള്ള, അതായത് പണ്ട് നമ്മളുടെ എല്ലാ വീടുകളിലും കൃത്യമായും അഗ്നിഹോത്രങ്ങൾ നടന്നു പോകുന്നിരുന്നു. ആ അഗ്നിഹോത്രം എന്നുള്ളത് ചുരുങ്ങി 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 ചുരുങ്ങിയാണ് എന്ത്, ഒരു വിളക്കിന്റെ അവസ്ഥയിലേക്ക് ഇട്ടിട്ട് കുറച്ച് എണ്ണയൊഴിച്ച് ഒരു തിരിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് പണ്ട് നടന്ന അഗ്നിഹോത്രത്തിന്റെ ബാക്കി അവശിഷ്ടമാണ്. അപ്പോ അതെങ്കിലും എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു വീട്ടിലും മുടക്കരുത്. അതെങ്കിലും കൃത്യമായിട്ടും നടന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവണം. അപ്പം അത് ചെയ്യാനുള്ള അധികാരി ആരാണ്? അച്ഛനാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞതിനകത്ത് ഇനി ഒന്നുകൂടെ ഉള്ളത് അന്ത്യേഷ്ടിയാണ്, അതിലേക്ക് വരാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഇത് അന്ത്യേഷ്ടി ചെയ്യുന്നത് നമ്മളല്ല, മറ്റാളുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നമ്മൾ ഭക്തിയുതമായിട്ട് ഭക്തിപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പോരാ, നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ കുട്ടികളെ കൊണ്ടും ചെയ്യിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ കൃത്യമായിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞ ഈ അവസാദാനം, അത് അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഭക്തിയാണെങ്കിലും നാമജപമാണെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യമായും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുക്കെ നീ പോയിരുന്ന നാമം ചെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിൽ ചോദിക്കും, അതിന് അമ്മ നാമം ജപിക്കാറില്ലല്ലോ, അമ്മ വിളക്ക് എത്തിക്കാറില്ലല്ലോ, അമ്മ ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യാറില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ചെയ്യുന്നത്? ഇന്നത്തെ കുട്ടികളാണെ അത് മനസ്സിലല്ല ഉറക്കുകയും ചോദിക്കും. അപ്പോ നമ്മൾ എന്ത് വേണം, നമ്മൾ സ്വയം നല്ല എക്സാമ്പിൾ ആവുക, നമ്മൾ സ്വയം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരു മദ്യപിക്കുന്ന ഒരു അച്ഛൻ ഒരിക്കലും തന്റെ മകനോട് മദ്യപിക്കരുതെന്ന് പറയാൻ അവകാശമില്ല. ഒരു മോശപ്പെട്ട രീതിയിലുള്ള സ്വഭാവമുള്ള അല്ലെങ്കിൽ ഭക്തി ചെയ്യാത്ത ഒരു അമ്മയ്ക്ക് ഒരിക്കലും തന്റെ കുഞ്ഞുങ്ങളോട് നീ പോയി കൃത്യമായും ഭക്തി ചെയ്യാന്ന് പറയാൻ അവകാശമില്ല. കൃത്യമായി നമ്മളുടെ ഡ്യൂട്ടീസിൽ നമ്മൾ എന്താവണം, പെർഫെക്റ്റ് ആവണം. അത് സ്വാഭാവികമായിട്ടും ആര് കണ്ടു വളരും? നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുകയാണ്. അവരുടെ അടുക്കെ അങ്ങനെ കണ്ടു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തന്റെ അച്ഛനെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛൻ കൃത്യമായും പരിപാലിക്കുന്നത് കണ്ടു വളരുന്ന ഒരു കുട്ടിയുടെ അടുക്കെ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട വിവരമില്ല, നീ നിന്റെ അച്ഛനെ പരിപാലിക്കണം എന്ന്. അവന് സ്വാഭാവികമായിട്ടും അറിയാം അച്ഛനെ എങ്ങനെയാണ് നോക്കേണ്ടത്. കാരണം അവൻ കണ്ടു വളരുകയാണ്. അവന്റെ അച്ഛൻ അവന്റെ അപ്പൂപ്പനെ അല്ലെങ്കിൽ മുത്തശ്ശനെ എപ്രകാരമാണ് അച്ഛൻ നോക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ അമ്മ എപ്രകാരമാണ് നോക്കിയതെന്ന് കണ്ടു വളരുന്ന ഒരു കുട്ടിക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ അപ്പം നമ്മൾ നമ്മളുടെ കർമ്മത്തിൽ പെർഫെക്റ്റ് ആവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് സ്വാഭാവികമായിട്ട് നീ എന്നെ കണ്ട് പഠിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ള കോൺഫിഡൻസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, ഇപ്പം മുമ്പേ പറഞ്ഞ വിവാഹം കഴിക്കുന്ന സമയം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭൗതികമായ സമ്പത്ത്, ഭൗതികമായ ധനം, ഭൗതികമായ താല്പര്യങ്ങളോട് കൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണ്. എനിക്ക് കുറെ സ്ത്രീധനം ലഭിക്കും എന്നുള്ള ചിന്തയിൽ ഒരിക്കലും വിവാഹബന്ധത്തിന് തയ്യാറാവരുത്. അയാൾക്ക് നല്ല ജോലിയുണ്ട്, ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണ്, അയാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുറെ സുഖം കിട്ടുന്ന ഉള്ള ചിന്തയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭക്തിയിൽ ഏർപ്പെടരുത്, വിവാഹത്തിൽ ഏർപ്പെടരുത്. എപ്പോഴും എങ്ങനെ വേണം, കൃത്യം ആളൊരു ഭക്തനാണോ. കാരണം നമ്മുടെ തന്നെ ചുറ്റും ഒരുപാട് ഉദാഹരണമുണ്ട്. വളരെയധികം സമ്പന്നനായ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വരും. പക്ഷെ ആ കുട്ടികൾ, ഇപ്പം അടുത്തിടെ തന്നെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ഭർത്താവിന്റെ ഭർതൃഗ്രഹത്തിൽ നിന്നുണ്ടായ പീഡനം സഹിക്കാൻ വയ്യാതെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ്? അവർക്ക് സമ്പത്തുണ്ട് കൃത്യമായിട്ടും, പക്ഷെ ഇല്ലാത്തത് എന്താണ്? ഭഗവാനോടുള്ള സമർപ്പണം. ജീവിതത്തിൽ മൂല്യങ്ങൾ ഇല്ലാത്തതാണ്. അപ്പൊ കൃത്യമായും അവർക്ക് ഭക്തിയുണ്ടോ? ജീവിതത്തിൽ കൃത്യമായ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരാണോ? അപ്പൊ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിപരമായിട്ട് നമുക്കറിയാൻ കഴിയത്തില്ല. അപ്പൊ അതിനുള്ള ലക്ഷണമാണ്, മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവർ നിശ്ചയമായിട്ടും ഭക്തരായിരിക്കും. അവർ നിർബന്ധമായിട്ടും പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. മറ്റൊരു തരത്തിലുള്ള ഒരു ബന്ധത്തിൽ ഇപ്പം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് കണ്ടിമാല ധരിച്ചിരിക്കുന്നവരെല്ലാവരും എന്താണ്, ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നിർബന്ധമായിട്ടും പാലിക്കുന്നവരാണ്. അപ്പം അതിനകത്തിൽ ജീവിതത്തിന്റെ വൈവാഹിക ജീവിതത്തിലുള്ള അച്ചടക്കം കൃത്യമായിട്ടും പറയുന്നുണ്ട്. അപ്പം ഇപ്രകാരം റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് സൂക്ഷിക്കുന്നവരാണോ? അല്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, അവൻ ഇഷ്ടമുള്ള ആളുടെ പുറകെ പോയി, അവള് ഇഷ്ടമുള്ള ആളുടെ പുറകെ പോയി, അങ്ങനെയൊക്കെയുള്ള വരുന്നത്. പിന്നീട് അത് ജീവിതം മുഴുവൻ എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആ കുടുംബ ജീവിതം
മുന്നോട്ട് നന്നായിട്ട് പോകും. അപ്പം കൃത്യമായും ഭക്തനായ ജീവിതത്തിൽ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയോട് മാത്രം എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള വിവാഹബന്ധത്തില്ല. അങ്ങനെ വിവാഹബന്ധത്തിലോട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എന്ന് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞു എന്താണ് ഗർഭാധാനം തൊട്ട് പറഞ്ഞു തുടങ്ങിയ സമയത്ത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഓക്കെ ഞാനും ചിന്തിക്കാം, പക്ഷെ എന്റെ ഭർത്താവ് അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ എന്ന്. എന്തുകൊണ്ടാണ് ഭർത്താവ് അങ്ങനെ ചിന്തിക്കാത്തത്? കാരണം ഇപ്രകാരം ഈ പറഞ്ഞ പ്രിൻസിപ്പൾസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഞാനും ചിന്തിക്കും എന്റെ ഭാര്യ അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന്റെ കാരണം എന്താ? ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് അനുസരിച്ചല്ല വിവാഹം കഴിച്ചത്. അപ്പം കുഴപ്പമില്ല, ഇപ്പം വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ വിഷമിക്കേണ്ട. ഇനി അടുത്ത വരുന്ന തലമുറ, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹമുണ്ട്. അപ്പോൾ ആ സമയം ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്രകാരം ഭൗതികമായ സമ്പത്തിന് പകരം ഇപ്രകാരമുള്ള ജീവിത മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയോടൊപ്പം എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകള് ജീവിതം കഴിക്കുന്നു. അപ്പം കൃത്യമായിട്ട് ആ തലമുറയിൽ ഉണ്ടാകുന്നവർക്ക് എല്ലാവർക്കും 6 തലമുറയാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി വൈഷ്ണവനായി കഴിഞ്ഞാൽ 6 തലമുറ മുമ്പോട്ടും 6 തലമുറ പുറകോട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഭഗവാൻ നരസിംഹ ഭഗവാൻ നമുക്ക് ഉറപ്പായിട്ടും അനുഗ്രഹം തരാമെന്ന് തന്നിരിക്കുന്നു. അപ്പം അപ്രകാരം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം അവസാനമായിട്ടുള്ളത് അന്ത്യേഷ്ടിയാണ്. അന്ത്യേഷ്ടി എന്നുള്ളത് ഒരാൾ മരിക്കുന്ന സമയം, നമ്മുടെ ഭക്തനായിരുന്ന അച്ഛൻ മരിക്കുന്ന സമയം ഭക്തനായ മകൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ഭക്തനായിരുന്നു, അപ്പം കൃത്യമായിട്ട് ഒരു നല്ല കുടുംബത്തിന് ഒരു മകനെ ഒരു മകളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അവരോട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളെ, ഒരു മകളെന്നുള്ളതല്ല മറ്റു ബന്ധുക്കളെ, അല്ലെങ്കിൽ ഞാൻ ഭക്തനാണെന്ന് അറിയുന്ന മറ്റ് സുഹൃത്തുക്കൾ, അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഭഗവാൻ പോകുന്ന സമയം ബന്ധുക്കളല്ല, അർജുനനാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ അന്ത്യേഷ്ടികൾ ചെയ്യുന്നത്. അപ്പം അപ്രകാരമുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കി വെക്കുക. അപ്പം അവരെന്ത് ചെയ്യും? നമ്മുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യും. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ പലതരത്തിലുള്ള ബന്ധങ്ങളിൽ, ആത്മാവ് പലതരത്തിലുള്ള ബന്ധങ്ങളാൽ ജീവനായി നിൽക്കുകയാണ്. അപ്പം ജീവനെ തിരിച്ച് ആത്മാവാക്കാനുള്ള പ്രോസസ്സാണ് അന്ത്യേഷ്ടി. അപ്പം അതും പിതൃകർമ്മങ്ങളൊക്കെ കൃത്യമായിട്ടും ചെയ്യും. അപ്പം ഈ പറഞ്ഞ കർമ്മങ്ങളാണ് ഷോഡശ സംസ്കാരങ്ങൾ. അപ്പം ഇത് ചെയ്യുന്നത് കേവലം ഭൗതിക മെക്കാനിക്കൽ പ്രോസസ് അല്ല, ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവ, ഒരു നല്ല കുടുംബജീവിതം, നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകണം എന്നുള്ള ചിന്തയിൽ, നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ എത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിലാണ്, അല്ലെങ്കിൽ എത്ര അർത്ഥവത്തായിട്ട് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതിലാണ് കൂടുതൽ കാര്യമുള്ളത്. ഇപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ നേരത്തെ എൻ്റെ ഉദാഹരണം പറഞ്ഞു, കൊച്ചുകുട്ടിയാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അതിനകത്തുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ശങ്കരാചാര്യ സ്വാമികൾ മുതൽ നമ്മൾ താഴോട്ട് ആലോചിച്ച് നോക്കുക, വളരെ കുറച്ചു കാലമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ശങ്കരാചാര്യ സ്വാമികൾ 33-35 വയസ്സിലോ തിരിച്ചുപോയി. ചൈതന്യ മഹാപ്രഭു വളരെ കുറച്ചു കാലമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ, 34 വയസ്സിൽ അദ്ദേഹവും പോയി. അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ഭൂമിയിൽ അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, എത്ര സമയം അവർക്ക് വളരെ കുറച്ച് ടൈം മതി. ശിലാപ്രഭാതരെയൊക്കെ ഉദ്ദേശിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കുറച്ച് ടൈം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇതിനു വേണ്ടി. പക്ഷെ അത്രയും സമയം മതി അവരെയൊക്കെ സംബന്ധിച്ച് സേവനത്തിൽ ഏർപ്പെടുക. അവർ കൃത്യമായ ഒരു കർമ്മം ചെയ്യാനാണ് അവരെ സഹായിക്കും. അപ്പോൾ വന്ന കർമ്മം കൃത്യമായും ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ബാക്ക് ടു ഗോഡ് ഹെഡ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടി അടുപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അകറ്റുന്നതല്ല. നമ്മൾക്ക് കൂടുതലായിട്ട് ഭക്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മളെ ഭക്തിയിൽ നിന്ന് അകറ്റുന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, സ്നേഹബന്ധങ്ങളിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് വെച്ചാൽ ഭക്തരോട് നമുക്ക് കൂടുതൽ സ്നേഹമുണ്ട്, സത്സംഗം നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? അമിതമായ ഒരു അറ്റാച്ച്മെന്റ് ഒന്നിനോടും ഉണ്ടാകുന്നില്ല. അപ്പം അപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതുപോലൊരു അവസരം ഇന്നത്തെ ദിവസം എനിക്ക് തന്നതിന് ആദിദാത്ത പ്രഭുവിനും എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവരുടെയും പത്മപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അർപ്പിക്കുകയാണ്. എനിക്കറിയാം വാഞ്ചകൽപ്പ വൃക്ഷങ്ങളെ പോലെ നിങ്ങളെല്ലാവരും എനിക്ക് ഭഗവാന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പതിതനായ എന്നെ പോലെ ഒരു വ്യക്തിക്ക് അവസരം തന്നിരിക്കുകയാണ്. ഉത്തമരായ വൈഷ്ണവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ കോടി പ്രണാമം അർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു? ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? ഹരേ കൃഷ്ണ. ഓരോ ആൾക്കാരായിട്ട് സംശയം ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഇത് ഒരു ദിവസം കൂടെ ഈ ക്ലാസ് എടുക്കൂ?
ഓ പിന്നെന്ത്, എടുക്കാം. അടുത്ത സംശയം ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു. പ്രഭു ആ, ലാസ്റ്റ് പറയൂ. ജ്യേഷ്ഠയുടെ പറഞ്ഞതിനകത്തിലെ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞ, ആത്മാവിന്റെ എന്തോ ഇത് പറഞ്ഞില്ല, അതൊന്നുകൂടെ ഒന്ന് പറയാമോ? കേൾക്കുന്നില്ല പ്രഭു, കേൾക്കുന്നില്ല. മ്യൂട്ടായി പോയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിചാരം ജീവനും ആത്മാവും ഒന്നാണെന്നാണ്. ജീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആത്മാവിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭൗതിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൗതിക ലോകത്തേക്ക് വരുന്ന സമയം ആത്മാവ് തന്നെയാണ് ജീവൻ. പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ഉത്തരവാദിത്തങ്ങൾ കർമ്മങ്ങളാൽ ബന്ധിതമാണ്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒരു മായയുടെ ഒരു ഒരു കവറിങ് ഉണ്ടാവും നമുക്ക് ചുറ്റും, ഭൗതികതയുടെ ഒരു കവറിങ് ഉണ്ടാവും. ഈ കവറിങ്ങിനെ ഭേദിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് വരുന്നതാണെന്ത്. അപ്പം അങ്ങനെ പലപ്പോഴും നമുക്ക് 7 ദിവസമൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ മരണം കഴിഞ്ഞ് 7 ദിവസം വളരെയധികം പ്രധാനപ്പെട്ടാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരോ കവറിങ്ങുകളെയായിട്ട് നമ്മൾ 7 ദിവസം കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്നത് വഴി 7 ഈ കവറിങ്ങുകളെ, ബന്ധനങ്ങളെയും നിന്നും മോചിതനായി ജീവൻ ആത്മാവായിട്ട് തിരിച്ച് ഭഗവാന്റെ അടുക്കലേക്ക് പോകാനുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അന്ത്യേഷ്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജീവൻ ആത്മാവാകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ വളരെ വിശദമായിട്ട് നിരവധി ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും നിങ്ങൾക്ക് എളുപ്പമായിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ശാസ്ത്രം ലളിതാ സഹസ്രനാമമാണ്. ലളിതാ സഹസ്രനാമത്തിന്റെ സബ്ജക്റ്റ് തന്നെ നമ്മൾ വിചാരിക്കും ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങൾ മാത്രമാണെന്ന്. 1000 നാമങ്ങളാണ് ഉണ്ട്. അതിൽ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങളാണ്. പക്ഷേ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ വളരെയധികം ജീവൻ എങ്ങനെ ആത്മാവാകുന്നു, മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും ഒക്കെയുള്ള ജീവന്റെയും ആത്മാവിന്റെയും യാത്രയെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. വിഷ്ണു ഗ്രന്ഥി വിഭേദിനി, ബ്രഹ്മഗ്രന്ഥി വിവേചിനി, സഹസ്രാരാജൻ പൂജാരൂഢ, സുദാസാരാഭിവർഷിണി, തടില്ല ദാസമുരുചി, ഷട്ചക്രോപരി സംസ്കൃതി. അപ്പം 8 ചക്രങ്ങളിൽ കൂടെയും ആത്മാവ് താഴോട്ടും മുകളിലോട്ടും പോകുന്നതിനെ കുറിച്ചാണ് ലളിതാസർപ്പം വിശദമായിട്ട് പഠിച്ചോളൂ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതെ, 8 വയസ്സുള്ള ഒരു ആൺകുട്ടി മരിച്ചാൽ അതിന്റെ അന്ത്യകർമ്മം ചെയ്യണമെന്നുണ്ടോ? ഉണ്ട്. അതറിയാനായിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ വിവേക് പ്രഭു. ഹരേ കൃഷ്ണ. ആരാന്ന് മനസ്സിലായോ? കേട്ടിട്ട് യെസ് ഗംഗാ മാതാജി അല്ലേ? ഹരേ കൃഷ്ണ. ഹരി ഹരേ ബോൾ. കൃഷ്ണ. ഇത്തിരി കാലമായി കണ്ടിട്ട്.